വീഡിയോ വന്നിട്ട് ഞാനൊന്ന് ഓഫീസിൽ പോകുന്ന ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള സമയമൊക്കെ ആയി, എങ്കിലും വ്ളോഗ് എടുക്കുമായത് കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം വീഡിയോ എടുപ്പൊക്കെ മതിയാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടോ. ഇവന് ഞാനിവിടെയാണ് ഓഫീസിൽ പോകണേ. ഇവനാണെൻ്റെ സഞ്ചജ സഹചരി. ഇങ്ങനെ എന്താ പറയുമല്ലോ, അത് തന്നെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇതാ കണ്ടത്. കണ്ടോ, ഒരാൾ ആത്മഹത്യാ ഭീഷണിയും മുഴുക്കിക്കൊണ്ടാണ് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് കിടക്കുന്നത്. എന്നോട് ഓഫീസിൽ പോകണ്ട പോലും. ഒടുവിലവനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് എടുത്തുകൊണ്ട് മാറ്റി വെച്ച് ഞാൻ അങ്ങനെ ഓഫീസിലെത്തി. ഇതാണ് നമ്മുടെ ഓഫീസ്. എനിക്കിന്നൊരു ക്രോസ് എക്സാമിനേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചെന്നിട്ടിരുന്ന കേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കുമായിരുന്നു. പിന്നെ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മധുവങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചൊന്ന് 2 വീഡിയോസ് എടുക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് കോർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ നടന്നാണ് പോകുന്നത്, അടുത്താണ് കോടതി. അങ്ങനെ അവിടെ ചെന്നു. നമ്മുടെ ക്രോസ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കോടതിയിലോട്ട് പോവുകയാണ്. ഇന്ന് മൊത്തം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. പിന്നെ കോടതിക്കകത്തെ വീഡിയോസൊന്നും എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതാണ് നിങ്ങളുമായിട്ട് അതൊന്നും ഞാൻ ഷെയർ ചെയ്യാത്തത്. പിന്നെ രണ്ടാമത്തെ കോടതിയിലും വന്ന് അവിടെ കേസൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് അവിടുത്തെ സിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഇറങ്ങി നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മധു അങ്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്. അപ്പോൾ ഇവിടുത്തെ കേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണ്. തിരിച്ച് വീണ്ടും എന്താ ഓഫീസിലെത്തി. നല്ല വിശപ്പാണ്, വിശന്നിട്ട് വയ്യ. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ എടുത്തു. ഇന്ന് നമുക്ക് പൊറോട്ടയും കടലക്കറിയുമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ നാളത്തേനുള്ള കേസൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തു. പിന്നെ ഒരു 4-4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഒരു കട്ടൻ കാപ്പിയും ഒരു ബണ്ണും ഒക്കെ കഴിച്ചു. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഉച്ച കഴിഞ്ഞ് നമുക്ക് കോടതിയിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ വീട്ടിൽ പോവാം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പം എന്നെ കാത്ത് ഒരു തക്കിട് മണി ഇരിപ്പുണ്ടായിരുന്നു. ആദ്യമൊക്കെ എന്നെ മൈൻഡ് ചെയ്തു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ പരിപാടിക്ക് പോയി. ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.